അങ്ങനെ നമ്മുടെ ചീറ്റിപ്പോയ ഡേറ്റിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ജഡുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയേ. ഇത് കണ്ടോ, ഇത് മുഴുവൻ പിള്ളേരെ വേദപാഠ ക്ലാസ് കഴിഞ്ഞ് സൺഡേ ക്ലാസ് കഴിഞ്ഞ് പിക്ക് ചെയ്യാൻ വന്നേക്കുന്ന വണ്ടികളാണ്. നമ്മുടെ വണ്ടിയും അതിൻ്റെ നടുക്ക് പെട്ട് കിടപ്പുണ്ട്. അങ്ങോട്ടും പോകത്തില്ല ഇങ്ങോട്ടും പോകത്തില്ലാത്ത അവസ്ഥയാണ്. ഫുൾ ബ്ലോക്കായിട്ട് എല്ലാ ഞായറാഴ്ചയും ഇവിടെ ഇത് തന്നെ അവസ്ഥ കേട്ടോ. പിള്ളേരുടെ വേദപാഠം കഴിയുന്ന സമയമാകുമ്പോൾ ഒരു 11:15 ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. നമുക്കിത് പുതുമയുള്ള കാര്യമൊന്നുമല്ല, കാരണം അതുപോലെ പിള്ളേർ വേദപാഠം പഠിക്കുന്നുണ്ട് അവിടെ. അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കാം എന്ന്. കാരണം വണ്ടി മുന്നോട്ട് പോയിട്ടല്ലേ കാര്യമുള്ളൂ. അത് തന്നെയല്ലേ ഇപ്പം ചെന്നാൽ പാർക്കിംഗ് ഒന്നും കിട്ടത്തുമില്ല. അപ്പോൾ ജസ്റ്റ് എവിടെയെങ്കിലും ട്രാഫിക്കിൽ കിടന്നോളും, എനിക്ക് പോയി ചെടുവിനെ പിക്ക് ചെയ്തിട്ട് വരികയും ചെയ്യാം. അങ്ങനെ ആൾക്കാരുടെ എല്ലാ ഇടയ്ക്കൂടെ നുഴഞ്ഞഴഞ്ഞഴഞ്ഞ് ഞാൻ ചെടുവിനെ എടുക്കാൻ പോകുന്നതാണ്. ഞാൻ ചെന്നപ്പോഴത്തേനും 11:15 വരെ വേദപാഠം ഉള്ളൂ. 11 മണി കഴിയുമ്പം തൊട്ട് പിള്ളേരെ ഇറക്കി വിടാൻ തുടങ്ങും. കുഞ്ഞു പിള്ളേരെയൊക്കെ 4ാം ക്ലാസ് വരെ പിള്ളേരെ ഇങ്ങനെ ലൈൻ നിർത്തി പ്ലക്കാർഡൊക്കെ പിടിച്ച്, നേരത്തെ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ലേ, അങ്ങനെയായിരുന്നു ഓരോ ഡിവിഷൻ്റെ. ഇപ്പം മുഴുത്ത കൊച്ചായില്ലേ, 5ാം ക്ലാസ്സിലായി. അതുകൊണ്ട് പിന്നെ പ്ലക്കാർഡൊന്നും പിടിക്കുന്നില്ല. പക്ഷേ പിള്ളേരെ ഏത് ക്ലാസ്സിലെ പിള്ളേർ ഇതുവഴി ഇറങ്ങുന്നത്, എവിടെ നിന്നാണ് പിക്ക് ചെയ്യേണ്ടതെന്നൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് സൺഡേ സ്കൂളിൽ ആൾക്കാർ എഴുതി വെച്ചിട്ടുണ്ടാവും. നമുക്ക് കൺഫ്യൂഷനൊന്നുമില്ല. പിന്നെ പിള്ളേരുടെ സൺഡേ സ്കൂളിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് അവർ പറയുന്നുണ്ട് എവിടെ വന്ന് പിക്ക് ചെയ്യണം, എവിടെ ഡ്രോപ്പ് ചെയ്യണമെന്നൊക്കെ. അങ്ങനെ പിള്ളേരുടെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ പരതി നടന്ന്, ഞാൻ പറഞ്ഞില്ല ഇന്ന് ഫസ്റ്റ് ഡേയാണ് 5ാം ക്ലാസ്സിൽ പുതിയ ക്ലാസ്സിൽ കയറിയ പിന്നുള്ള ഞാൻ ജഡുവിനെ കണ്ടുപിടിച്ചു. അങ്ങനെ ഞാനും ജഡുവും കൂടെ വെയിലത്ത് വന്ന് വണ്ടിയിൽ കയറി. വണ്ടി എവിടെ നിർത്തിയിട്ടോ അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് തപ്പിപ്പിടിക്കേണ്ട ആവശ്യമൊന്നും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇവിടുത്തെ ചൂട് കുറഞ്ഞു വന്നായിരുന്നേ. പക്ഷെ ഇന്ന് ചെറിയ ചൂടുണ്ടായിരുന്നു. എനിവേ അങ്ങനെ ജഡുവിനെയൊക്കെ വണ്ടിയിൽ കയറ്റി ഞങ്ങൾ ഇനി അടുത്ത ലക്ഷ്യം വീട്ടിലോട്ട്. കാരണം കൊച്ചിന് ഇനി ഒരു എക്സാമും കൂടെ ബാക്കിയുണ്ട്. അതുകൊണ്ട് ഷോപ്പിങ്ങിനൊന്നും തെണ്ടാനൊന്നും പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. എന്നാൽ ശരി, പോയേച്ചും വരാം.